ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം നമ്മൾ യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയാണ് വായിച്ചത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് പരിചിന്തിക്കുമ്പോൾ ഇവിടെ ദൈവം ആരാണ്, വചനം ആരാണ്, ഈ വചനത്തിന് വെളിച്ചമായി വന്നത് ആരാണ് എന്ന 3 കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. യേശു പിതാവായ ദൈവം അയച്ച് നമുക്ക് ജീവൻ നൽകുന്ന രക്ഷകനും വെളിച്ചവും ആണ്. ഈ വചനത്തിന് മുൻപായി വഴിയൊരുക്കിയത് യോഹന്നാനാണെന്നും മനസ്സിലാക്കി. ഇതിൻ്റെ എല്ലാം കാരണഭൂതൻ നമ്മുടെ പിതാവായ ഏകദൈവം യഹോവയാം ദൈവമാണ്. നമുക്ക് ഈ ദൈവത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. നമ്മളെ ഏറ്റവും അധികമായി സ്നേഹിച്ചത് നമ്മുടെ ഏകദൈവം ആയ പിതാവായ ദൈവം യഹോവ. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കെല്ലാവർക്കും യെശയ്യാവിൻ്റെ പുസ്തകം 45-ന്റെ 5-ാം വാക്യം ഒന്ന് നോക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാനിത് വായിച്ചത് ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. അപ്പോൾ നമ്മളെ എല്ലാം സൃഷ്ടിച്ച ദൈവമാണ് യഹോവയാം ദൈവം. ഈ യഹോവയാം ദൈവമാണ് തൻ്റെ പുത്രനായ യേശുവിൽ കൂടെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. ഇനിയും ഈ ദൈവത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും മറ്റു വചനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനും ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ. അപ്പോൾ നമ്മുടെ പിതാവായ ദൈവം